ഹായ് ഹലോ PSC കിഡ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിലുള്ള ബേസിക് സയൻസിലുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ആയ ഒറ്റയിലൊരു ജീവിയും എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് എല്ലാ ജീവിജാലങ്ങളും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ആഹാരത്തിന് വേണ്ടി എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നോക്കാം. ആഹാര ശൃംഖല ജാലം. ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നു. ജീവികളുടെ ഈ പരസ്പര ബന്ധമാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. ഫുഡ് വെബ്. അതായത് എല്ലാ ജീവികളും തമ്മിൽ ആഹാരത്തിന് വേണ്ടിയിട്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. സസ്യങ്ങളെ ഭക്ഷിക്കുന്ന സസ്യാഹാരികൾ, ആ സസ്യാഹാരികളെ ഭക്ഷിക്കുന്ന മാംസാഹാരികൾ, അങ്ങനെ പല മൃഗങ്ങളും ആഹാരത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആ ഒരു ബന്ധത്തിന്, ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള പരസ്പര ബന്ധത്തെയാണ് ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത്. അടുത്തതായി ഈ സ്ലൈഡിൽ തന്നിരിക്കുന്നത് സമുദ്രത്തിനകത്ത് അല്ലെങ്കിൽ ജലാശയത്തില് എങ്ങനെ ഈ ആഹാര ശൃംഖല ജാലം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സമുദ്രത്തിനകത്തുള്ള ജീവികളുടെ ആഹാരം എന്താണ് എന്നുള്ളതാണ് ഒരു ടേബിളിൽ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുള്ളത്. ആദ്യം കൊടുത്തിട്ടുള്ള സ്രാവ്, അവ ഭക്ഷിക്കുന്നത് കണവ, മീനുകൾ, കടലാമ ഇവയാണ്. മത്തി, ചെറുമീനുകൾ, പ്ലവകങ്ങൾ എന്നിവയെ ആഹാരമാക്കുന്നു. കടലാമ സസ്യഭാഗങ്ങളും മീനുകളും ഭക്ഷിക്കുന്നു. ചെറുമീനുകൾ, പ്ലവകങ്ങൾ. ഇതില് ഈ ബോക്സിനകത്തുള്ളതിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടത് പ്ലവകങ്ങൾ എന്നാൽ എന്ത് എന്നുള്ളതാണ്. ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ. അപ്പോൾ പ്ലവകങ്ങൾ എന്ന് പറയുന്നത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ്. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ. നമ്മൾ സസ്യങ്ങളെയാണ് ഉൽപാദകരായിട്ട് പഠിക്കുന്നത്. അപ്പോൾ സമുദ്രത്തിനകത്ത് ഉള്ള ഉൽപാദകർ എന്ന് പറയുന്നത് അവിടുത്തെ ചെറു സസ്യങ്ങളായ പ്ലവകങ്ങളാണ്. അപ്പോൾ പ്ലവകങ്ങൾ എന്ന് പറയുന്നത് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ്. സമുദ്ര ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരാണ് പ്ലവകങ്ങൾ. ആവാസം എന്നാൽ എന്താണെന്ന് നോക്കാം. നിരവധി ജീവികൾക്ക് അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ഒരു ജീവിക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ ഘടകങ്ങളും ഭക്ഷണമായാലും പാർപ്പിടമായാലും എല്ലാം അതിന്റെ ചുറ്റുപാട് നിന്ന് ലഭിക്കും. അപ്പൊ ഒരു ജീവി മാത്രമായിരിക്കില്ല, മറ്റു പല ജീവികളും ആ ഒരു ചുറ്റുപാടിനകത്ത് തന്നെ ജീവിക്കുന്നുണ്ടായിരിക്കും. പരസ്പരം ആശ്രയിച്ച് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയൊരു ചുറ്റുപാടിനകത്ത് നിരവധി ജീവികൾ ജീവിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് വയൽ. വയലിനകത്ത് പല പല ജീവികളുണ്ട്. അതായത് അവിടെയുള്ള സസ്യങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് ചെറുപ്രാണികളുണ്ട്, ചെറുപ്രാണികളെ ഭക്ഷിച്ചുകൊണ്ട് തവളയുണ്ട്, തവളയെ ഭക്ഷിച്ചുകൊണ്ട് ഇഴജന്തുക്കൾ, ചേര അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളുണ്ട്. ഈ പ്രാണികളെയും അവിടെ ചെറു മീനുകൾ കാണും. അപ്പൊ ഇവയെല്ലാം ഭക്ഷിക്കാനായിട്ട് കൊക്ക് തുടങ്ങിയ പക്ഷികൾ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നിരവധി ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടിനെയാണ് ആവാസം, ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആഹാര ശൃംഖല ജാലത്തിൽ ഒരുപാട് ജീവിജാലങ്ങളെ പഠിച്ചു. അതിൽ ഒരൊറ്റ ശ്രേണിയായിട്ട് പോകുന്നുണ്ട്. പല ശ്രേണികളായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിനകത്ത് ഒരൊറ്റ ശ്രേണിയിലുള്ള ആഹാര ബന്ധത്തിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്, ആഹാര ശൃംഖല എന്ന് പറയുന്നത്. അപ്പൊ ആഹാര ശൃംഖല ജാലത്തിലുള്ള ഒറ്റ ശ്രേണി എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ആഹാര ബന്ധത്തിനെയാണ് ആഹാര ശൃംഖല, ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോസിന്തസിസിനെ കുറിച്ചാണ്. സസ്യങ്ങളിൽ എങ്ങനെ ആഹാരം നിർമ്മിക്കപ്പെടുന്നു. സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കപ്പെടുന്ന ആ പ്രക്രിയ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. അപ്പോൾ സസ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, എന്നാലും ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ പറയുകയാണ്. കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവ ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത്. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജമാണ് ഇങ്ങനെ ആഹാരം നിർമ്മിക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പം എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡ്, ജലം ഇവയാണ് സസ്യം വലിച്ചെടുത്ത് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തില് ആഹാരം നിർമ്മിക്കപ്പെടുന്നു. അപ്പൊ സൂര്യപ്രകാശത്തിനുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ആഹാരം നിർമ്മിക്കുന്ന ഈ പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇതിന് സഹായിക്കുന്ന ഒരു വർണ്ണകമാണ്, സസ്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള ഒരു വർണ്ണകമാണ് ഹരിതകം. അപ്പൊ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഇലകളിലെ വർണ്ണകം എന്ന് പറയുന്നത് ഹരിതകമാണ്, ക്ലോറോഫിൽ. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സസ്യങ്ങളിൽ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഉൽപ്പാദിക്കപ്പെടുന്നു. അപ്പൊ ആഹാരവും നിർമ്മിക്കപ്പെടുന്നുണ്ട്, അതേസമയം ഫോട്ടോസിന്തസിസിന് ശേഷം ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നുണ്ട്.
അടുത്ത PSCക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇതിനു മുമ്പ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളിപ്പോ പഠിച്ചു ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന സസ്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള വർണ്ണവസ്തു എന്ന് പറയുന്നത് ഹരിതകമാണെന്ന് പറഞ്ഞു. ഈ ഹരിതകം കാണപ്പെടുന്നത് ഇലകളിലാണല്ലോ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകമാണ് ഹരിതകം. അതുപോലെ പല നിറത്തിലുള്ള ഇലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇലകൾക്കാണെങ്കിലും അതിലെ സസ്യഭാഗത്തിനാണെങ്കിലും മറ്റു നിറങ്ങൾ നൽകുന്ന വർണ്ണവസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. ഏത് വർണ്ണകം ആണ് ഏത് നിറം നൽകുന്നത് എന്നുള്ളത്. അപ്പൊ പച്ച നിറം നൽകുന്ന വർണ്ണകം ഹരിതകമാണ്. അതേപോലെ ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ എന്ന വർണ്ണകമാണ്. ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ. ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ. നമ്മുടെ ക്യാരറ്റിലെ ഓറഞ്ച് പോലത്തെ നിറമല്ലേ, ആ നിറം നൽകുന്നത് കരോട്ടിൻ ആണ്. ആ പേര് തന്നെ സാമ്യമുണ്ട്. ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ. മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ. ചോദിച്ചിട്ടുള്ളതാണ്, ഈ ബോക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ. ഇപ്പൊ തന്നെ പഠിച്ചു പോകണം. ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിൻ, ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ, മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിൽ. ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൽ. ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൽ. ഒന്നുകൂടി, ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൽ. പച്ചനിറം ഹരിതകം. അപ്പൊ ഒരു തവണ കൂടെ, ലാസ്റ്റ് ഒരു തവണയും കൂടെ, ഇലകളിലെ പച്ച നിറമുള്ള വർണ്ണകം എന്ന് പറയുന്നത് ഹരിതകമാണ്. ചുവപ്പ് നിറം നൽകുന്നത് ആന്തോസയാനിനാണ്, ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിനാണ്, മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്. ഇനി അടുത്തായിട്ട് അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കാണിക്കുന്ന ഒരു ചാർട്ടാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള PYQ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വാതകം നൈട്രജൻ. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വാതകം നൈട്രജൻ ആണ്. രണ്ടാമതായി അടങ്ങിയിട്ടുള്ളത് ഓക്സിജൻ. അപ്പൊ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള വാതകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. രണ്ടാമത് അടങ്ങിയിട്ടുള്ള വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. എന്നാൽ ഭൂവൽക്കത്തില് ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിലാണ് നൈട്രജൻ, ഭൗമ ഉപരിതലത്തിൽ വരുമ്പോഴത്തേക്കും അത് ഏറ്റവും കൂടുതലുള്ള ഓക്സിജൻ. നമ്മൾ ഭൗമ ഉപരിതലത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ശ്വസിക്കാൻ വേണ്ടത് ഓക്സിജൻ അല്ലേ? ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. അന്തരീക്ഷം എന്ന് പറയുമ്പോൾ മുകളിലേക്ക് പോകും തോറുമാണല്ലോ. അപ്പൊ മൊത്തത്തിൽ അന്തരീക്ഷത്തില് ഏറ്റവും കൂടുതലുള്ള നൈട്രജൻ, ഭൗമ ഉപരിതലത്തിൽ നമ്മൾ താമസിക്കുന്ന ഈ പ്രതലം അവിടെ വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലുള്ള വാതകം ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജനും ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള സ്ഥാനം വരുന്നത്. അതിന് മൂന്നാം സ്ഥാനത്ത് വരുന്നത് ആർഗൺ, പിന്നെ ബാക്കി മറ്റുള്ള കുറെ വാതകങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് അടുത്ത സ്ഥാനം. ഏറ്റവും കുറവാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിലാണ് പറയുന്നത്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള നൈട്രജൻ ആണ്. രണ്ടാം സ്ഥാനത്ത് ഓക്സിജൻ ആണ്. മറ്റു കുറെ അടുത്ത് വരുന്ന മൂന്നാം സ്ഥാനത്ത് ആർഗൺ ആണ്. മറ്റുള്ളവയെല്ലാം കൂടെ ചേർന്ന് നാലാം സ്ഥാനത്ത് ഏറ്റവും കുറവാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ജീവികളെല്ലാം ശ്വസിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഊർജം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ശ്വസിക്കുന്നത് വഴിയാണ് നമുക്ക് ഊർജം ലഭിക്കുന്നത്. മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഊർജം ലഭിക്കുന്നത് ശ്വസിക്കുന്നത് വഴിയാണ്. അടുത്തതായിട്ട് സസ്യങ്ങളിൽ എങ്ങനെ ശ്വസനം നടക്കുന്നു എന്നുള്ള ആ ഒരു പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതായത് പകൽ സമയത്ത് മനുഷ്യരെ പോലെ തന്നെ മനുഷ്യരെന്നല്ല ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളെയും പോലെ സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ട്. പകൽ സമയത്താണ് അവ ആഹാരം പാചകം ചെയ്യുന്നത്. അതേപോലെ തന്നെ ആഹാരം നിർമ്മിക്കുന്നത് പോലെ തന്നെ ആ സമയത്ത് ശ്വസനവും നടക്കുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള ജീവജാലങ്ങളെ പോലെ തന്നെ ശ്വസന സമയത്ത് ഓക്സിജൻ വലിച്ചെടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. അപ്പം പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. സസ്യങ്ങളെ ശ്വസിക്കുന്നതിലൂടെ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡും അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇവ വലിച്ചെടുക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു. അപ്പൊ സസ്യങ്ങള് ശ്വസന സമയത്ത് ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജനും പുറത്തുവിടുന്നു. ഇനി ഈ വാതക വിനിമയം എല്ലാം നടക്കുന്നത് ഇലകളിലൂടെയാണ്. സസ്യങ്ങളിലെ വാതക വിനിമയം നടക്കുന്നത്. അപ്പൊ ഇലകളിലൂടെയാണ് വായു ശ്വസനത്തിനായിട്ടും പ്രകാശ സംശ്ലേഷണത്തിനായിട്ടും വായു വലിച്ചെടുക്കുന്നതും പുറത്തേക്ക് വിടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇലകളിലൂടെയാണ് വാതക വിനിമയം നടക്കുന്നതെന്ന് പറഞ്ഞു. ഇലകളില് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റാത്തത്ര കുഞ്ഞു സുഷിരങ്ങളുണ്ട്. ആ സുഷിരങ്ങൾ, ആ ചെറിയ ചെറിയ കുഞ്ഞു ഓട്ടകൾ വഴിയാണ് അന്തരീക്ഷ വായു സസ്യത്തിനകത്തേക്കും പുറത്തേക്കും പ്രവേശിക്കുന്നത്.
ഇങ്ങനെയുള്ള സൂക്ഷ്മ സുഷിരങ്ങളെ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. അപ്പൊ ഈ സ്റ്റൊമാറ്റ നമ്മൾ മൈക്രോസ്കോപ്പ് വഴിയാണ് കാണുന്നത്. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഓക്സിജൻ പുറന്തള്ളുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ച് അകത്തേക്ക് എടുക്കുന്നതും എന്ത് വഴിയാണ്? ഈ സ്റ്റൊമാറ്റയിലൂടെയാണ്. അപ്പൊ ഇലകളിലുള്ള ചെറിയ സൂക്ഷ്മ സുഷിരങ്ങളെ പറയുന്ന പേരാണ്, വാതക വിനിമയം നടത്തുന്ന ചെറിയ സുഷിരങ്ങളെ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ. ഇനി നമ്മള് ഉപകരണങ്ങളെ കുറിച്ച് ചിലപ്പോഴൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ജസ്റ്റ് സൈഡിൽ തന്നിട്ടുള്ള മൈക്രോസ്കോപ്പിന്റെ ചിത്രമാണ്. മൈക്രോസ്കോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കണ്ണുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്ത വസ്തുക്കളെ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അടുത്ത നമ്മൾ ഇപ്പം സസ്യങ്ങളിലുള്ള ശ്വസനത്തെ കുറിച്ചും പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ചും പഠിച്ചല്ലോ. അപ്പം അത് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ചിത്രത്തിലൂടെ വീണ്ടും ഒന്നുകൂടെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. പകൽ സമയത്ത് എന്ത് നടക്കുന്നു, രാത്രിയിൽ എന്ത് നടക്കുന്നു എന്ന്. പകൽ സമയത്ത് സസ്യങ്ങളിൽ ശ്വസനവും നടക്കുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണവും നടക്കുന്നുണ്ട്. അപ്പോ ശ്വസനം നടക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ശ്വസനം നടക്കുന്ന സമയത്ത് ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നു. പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്ത് വിടുന്നു. അതേസമയം രാത്രിയിൽ ശ്വസനം മാത്രമാണ് നടക്കുന്നത്. രാത്രിയിൽ സൂര്യപ്രകാശം ഇല്ലാത്തതിനാൽ അപ്പോൾ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല, ശ്വസനം മാത്രമാണ് നടക്കുന്നത്. ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നു. 5ാം ക്ലാസ്സിലുള്ള ടെക്സ്റ്റ് ആണ്. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തേക്കുന്നതാണ്. അടുത്ത ആതിഥേയനും അതിഥികളും എന്നൊരു ക്യാപ്ഷനോട് കൂടി ഒരു മാവിന്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറച്ച് സസ്യങ്ങളുടെ അതിൽ കുറച്ച് ബോക്സിനകത്ത് ഞാൻ ആരാണ് എന്നുള്ള പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് ഇതൊക്കെ തന്നിട്ടുണ്ട്. അതിനകത്ത് ഇത് നമുക്ക് പഠിക്കാനുള്ള, ഇനി അങ്ങോട്ടുള്ളത് ഇവയെ കുറിച്ച് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, എക്സാമ്പിൾ ആയിട്ട് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കാം. ഇതിനകത്ത് അതിന് ആ പേരുകളൊക്കെ വായിക്കാം. ഇത്തിൽക്കണ്ണി, പിന്നെ മൂടില്ല താളി, മരവാഴ, ഇവയൊക്കെ. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന എപ്പിഫൈറ്റുകളെ കുറിച്ചാണ്. എപ്പിഫൈറ്റുകൾക്ക് എക്സാമ്പിൾ ആണ് മരവാഴയും ഓർക്കിഡുകളും. എപ്പിഫൈറ്റുകൾ എന്ന് വെച്ചാൽ വാസസ്ഥലത്തിനായി വേണ്ടി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന ചെറു സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. അതായത് അതിഥിയും ആതിഥേയരും നേരത്തെ പറഞ്ഞല്ല, അതുപോലെ അതിലെ ഇപ്പം എപ്പിഫൈറ്റുകൾ, ഇപ്പം മരവാഴ ഒരു അതിഥിയാണ്. മരവാഴ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാവ് അത് ഒരു ആതിഥേയ സസ്യമാണ്. അപ്പൊ ഈ അതിഥിയായ മരവാഴ അതിന് താമസിക്കാൻ വേണ്ടി മാത്രം ആതിഥേയനായ മാവിനെ ആശ്രയിക്കുന്നു. ആ മാവിൽ നിന്നല്ല, ഒന്നും വലിച്ചെടുത്തല്ല അത് ആഹാരം നിർമ്മിക്കുന്നത്. മരവാഴ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കുന്നുണ്ട്. ഈ മാവിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ് മാവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന, മരവാഴയ്ക്കൊന്ന് എവിടെയെങ്കിലും പറ്റിപ്പിടിച്ച് ജീവിക്കാൻ വേണ്ടി, അതിന്റെ ഒരു വാസസ്ഥലത്തിന് വേണ്ടി മാത്രമാണ് ആതിഥേയ സസ്യത്തിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ ആതിഥേയ സസ്യങ്ങളെ വാസസ്ഥലത്തിനായി വേണ്ടി മാത്രമാണ് ആശ്രയിക്കുന്നതെങ്കിൽ അവയെ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നു. മരവാഴയിൽ ചെറിയ വേരുകളുണ്ട്, അത് മരത്തിൽ പറ്റിപ്പിടിച്ച് വളരാൻ സഹായിക്കുന്നുണ്ട്. അതിൽ കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാൻ സഹായിക്കുന്നു. അപ്പം എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത് വാസസ്ഥലത്തിനായി വേണ്ടി മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നതിനെയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. മരവാഴയും ഓർക്കിഡുകളുമാണ് എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അർദ്ധപരാതങ്ങളെ കുറിച്ചാണ്, അതായത് സെമി പാരസൈറ്റ്സ്. അർദ്ധപരാതങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ഇത്തിൽക്കണ്ണി. നേരത്തെ മാവില് ഇത്തിൽക്കണ്ണി കാണിച്ചിട്ടുണ്ടെന്ന് ഇതിലും ചിത്രത്തിൽ ഇത്തിൽക്കണ്ണിയുടെ ഫോട്ടോ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അർദ്ധപരാതങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് അതെന്ത് ചെയ്യും? ആഹാരം സ്വയം പാചകം ചെയ്യുന്നു, നിർമ്മിച്ചെടുക്കുന്നു. അപ്പം അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഇത്തിൽക്കണ്ണി ഇപ്പൊ മാവിൽ പിടിച്ചു നിൽക്കുവാണ്. ആ ഇത്തിൽക്കണ്ണി എന്ത് ചെയ്യുന്നുണ്ട്? മാവിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ സ്വയം നിർമ്മിക്കുന്നു, എന്നാൽ സ്വയം അല്ല അത് വലിച്ചെടുക്കുന്നത്. മാവ് അതിനു വേണ്ടിയുള്ള ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിച്ചെടുക്കുന്ന ആ ജലവും ലവണവും എന്ത് ചെയ്യും? ഇത്തിൽക്കണ്ണി അവിടെ പറ്റി പിടിച്ചിരുന്നിട്ട് ആ മാവ് എടുക്കുന്നതിന് അതിൽ നിന്ന് ഊറ്റി ഇങ്ങോട്ട് എടുക്കും. അപ്പൊ അർദ്ധപരാതങ്ങൾ എന്നാണ് ഇങ്ങനെയുള്ള സസ്യങ്ങളെ പറയുന്നത്. അപ്പൊ ജലവും ലവണവും വലിച്ചെടുത്ത് അത് പകുതിയായിട്ടില്ല, അത് എന്തോ ഭാഗ്യത്തിന് മാവ് പ്രിപ്പയർ ചെയ്ത് വെച്ചതിനല്ല, പക്ഷെ അവരുണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും സാധനം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാൾ വന്ന് അതിൽ നിന്ന് എടുത്തോണ്ട് പോകില്ലേ, അതുപോലെ അങ്ങനെയുള്ള സസ്യങ്ങളെയാണ് അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നത്, സെമി പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അർദ്ധപരാതത്തിന് എക്സാമ്പിൾ ആണ് ഇത്തിൽക്കണ്ണി. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നതിനെയാണ് അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നത്.
അർത്ഥപരാധങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ഇത്തിൽക്കണ്ണി. അടുത്ത പൂർണ്ണപരാധങ്ങളെ കുറിച്ച് പഠിക്കാം. ടോട്ടൽ പാരസൈറ്റ്സ് എന്ന് പറയും. പൂർണ്ണപരാധങ്ങൾക്ക് എക്സാമ്പിൾ ആണ് മൂടില്ലാത്ത ആള്. ഒരുതരം വള്ളി മാത്രമായിട്ട് ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന അതാണ് മൂടില്ലാത്ത ആള്. വള്ളി മാത്രമായിട്ട് കാണും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂർണ്ണപരാഗങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങളാണ് വലിച്ചെടുക്കുന്നത്. ആതിഥേയ സസ്യങ്ങൾ ഈ ജലവും ലവണവും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ആഹാരത്തിൽ നിന്ന് അതിലെ പോഷക ഘടകങ്ങളാണ് പൂർണ്ണപരാഗങ്ങൾ വലിച്ചെടുക്കുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും അത് വലിച്ചെടുക്കുകയാണ്. പൂർണ്ണമായിട്ടും പോഷക ഘടകങ്ങൾ കംപ്ലീറ്റ് ആയ കാര്യങ്ങളാണ് വലിച്ചെടുക്കുന്നത്. അർത്ഥപരാഗങ്ങളായിരുന്നപ്പോൾ ജലവും ലവണവും മാത്രമാണ് വലിച്ചെടുത്തിരുന്നത്. എന്നാൽ പൂർണ്ണപരാഗങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷക ഘടകങ്ങളാണ് വലിച്ചെടുക്കുന്നത്. അതിനെ സഹായിക്കുന്ന വേരുകളാണ് ഇവയ്ക്കുള്ളത്. എക്സാമ്പിള് മൂടില്ലാത്ത ആലയാണ്. അപ്പോൾ നമ്മള് ഇത് ലാസ്റ്റ് സ്ലൈഡാണ് ഈ ചാപ്റ്ററിലുള്ള. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ ഇതിൽ ഈ ലാസ്റ്റ് വന്നിട്ടുള്ള ഈ സെക്ഷനും പിന്നെ കളർ കൊടുക്കുന്നത് ഒരു ബോക്സിന് ആന്തോസയാനിൻ, കരോട്ടിൻ, സയാനിൻ, ഹരിതകം ഇവ ഇത്രയും PYQ ആണ്. അതുപോലെ പാരസൈറ്റ്സ്, പൂർണ്ണപരാഗങ്ങൾ, അർത്ഥപരാഗങ്ങൾ, എപ്പിഫൈറ്റ്സ് ഇവയുടെ എക്സാമ്പിൾ ആയിട്ട് വന്നിട്ടുള്ളതും PYQ ആണ്. LGS പോലുള്ള എക്സാമിനെല്ലാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാരും ജസ്റ്റ് ഒന്ന് കേട്ടൊക്കെ പഠിക്കുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.